റഷ്യയുമായുള്ള പ്രതിരോധ ഉടമ്പടി ഉത്തര കൊറിയ അംഗീകരിച്ചതായി ജൂണിൽ ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ ഒപ്പുവെച്ചിരുന്നല്ലോ. സായുധ ആക്രമണമുണ്ടായാൽ ഇരു കക്ഷികളും മറുവശത്ത് സഹായത്തിന് വരണമെന്നാണ് ഉടമ്പടിയിൽ പറയുന്നത്. ഉക്രൈനെതിരായ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ഉത്തര കൊറിയ 10,000-കണക്കിന് സൈനികരെ റഷ്യയിലേക്ക് അയച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കിടയിലാണ് റിപ്പോർട്ട് വന്നത്. ഉടമ്പടി അംഗീകരിക്കുന്നതിനുള്ള ഉത്തരവിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ തിങ്കളാഴ്ചയാണ് ഒപ്പുവെച്ചത്. ഇരുപക്ഷവും അംഗീകാര ഉപകരണങ്ങൾ കൈമാറുമ്പോൾ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് KCNA റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും യുദ്ധത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഉടനടി സൈനികവും മറ്റ് സഹായങ്ങളും നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ജൂണിൽ നടന്ന ഉച്ചകോടിയിൽ കിം പുടിനുമായി കരാർ ഉറപ്പിച്ചിരുന്നു. ഉഭയകക്ഷി ബന്ധം ഒരൊറ്റ സഖ്യം പോലെയുള്ള ഒന്നിലേക്ക് ഉയർത്തുന്നതിനുള്ള ഒരു നടപടിയായി ഇതിനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. റഷ്യയിൽ 10,000-ലധികം ഉത്തര കൊറിയൻ സൈനികരുണ്ടെന്ന് സിയോൾ, വാഷിംഗ്ടൺ, കീവ് എന്നിവരും പറഞ്ഞു. അവരിൽ ചിലർ യുക്രൈൻ അതിർത്തിക്കടുത്തുള്ള കുർസ്കിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും US ഉദ്യോഗസ്ഥരും ഉക്രൈനിന്റെ പ്രതിരോധ മന്ത്രിയും പറയുകയുണ്ടായി. തന്റെ രാജ്യത്തിന്റെ സേനയുമായുള്ള പോരാട്ടത്തിൽ ഉത്തര കൊറിയൻ സൈനികർക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും അവർ തമ്മിലുള്ള ആദ്യ യുദ്ധങ്ങൾ ലോകത്തിലെ അസ്ഥിരതയുടെ ഒരു പുതിയ ഏട് തുറക്കുകയാണെന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കി.